പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നോർമലി കാണുന്ന ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ ലാസ്റ്റ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിൻ്റാണ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടത് എന്താണെന്ന് നോക്കാം. മെയിൻലി പ്രിപ്പയർ 3 പ്രോസസ് അക്കൗണ്ട് ആൻഡ് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഓഫ് വേസ്റ്റേജ് ഇൻ പ്രോസസ്സിങ്. അതാണ് ഇവിടുത്തെ മെയിൻ ടിസ്റ്റ്. 3 പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സ് എ ഉണ്ട്, ബി ഉണ്ട്. പ്രോസസ്സ് എയുടെ ബിയുടെയും ടോട്ടൽ ഫസ്റ്റ് ഇൻപുട്ട് വരുന്ന ഏതാണ്? എയിലേക്ക് 10,000 യൂണിറ്റ് രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ 2 ഇൻപുട്ട് പ്രോസസ്സ് എയുടെ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് യൂണിറ്റ് റുപ്പീസ് ആസ് യൂഷ്വൽ. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് 10,000 ആണ്. ഒരു യൂണിറ്റിന് 1 രൂപയാണ്. അപ്പോൾ എത്ര വരും? 10,000 വരും. ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത് 1,000 ആണ്. ഡയറക്റ്റ് ലേബർ വരുന്നത് 5,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് 1,050 ആണ്. പിന്നെ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ലേബറിൻ്റെ 168%. അപ്പോൾ ഡയറക്റ്റ് ലേബറായ 5,000 എത്ര എടുത്താൽ മതി? 168 എടുത്താൽ 8,400. അതെല്ലായിടത്തും അങ്ങനെ തന്നെ. അതത് ഡയറക്റ്റ് വേജസിൻ്റെ 168% എടുക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ലോസ് വേസ്റ്റേജ് തന്നിട്ടുണ്ട്. പ്രോസസ്സ് എയുടെ 5%, പ്രോസസ്സ് ബിയുടെ 4%. പ്രോസസ്സ് സിയുടെ തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ടിസ്റ്റ് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഓഫ് വേസ്റ്റേജ് ഇൻ പ്രോസസ് സിയും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോസസ് സിയുടെ വേസ്റ്റേജും കൂടെ എന്ത് ചെയ്യണം? കാണണം. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ ടിസ്റ്റ്. അപ്പോൾ എന്തായാലും പ്രോസസ് എ അക്കൗണ്ടും ബി അക്കൗണ്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോർമൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കാം. 5% നോർമൽ ലോസ് ഉള്ളത്. അപ്പോൾ 10,000-ൻ്റെ 5% 500 എടുക്കാം. ഇത് വിൽക്കുന്ന റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റേജ് പ്രോസസ്സ് എയിൽ എത്ര രൂപയ്ക്ക് വിൽക്കുക? 25 പൈസക്ക്. അപ്പോൾ 500 × 0.25. ഈ പ്രോസസ്സ് ബിയുടെ എത്ര രൂപയ്ക്ക് വിൽക്കുക? 50 പൈസക്ക്. പ്രോസസ്സ് സിയിൽ വിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേഴ്സൻറ്റേജ് എത്ര ലോസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചെയ്ത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. 10,000 9,500 പ്രോസസ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ആവും. ടോട്ടൽ കോസ്റ്റ് വരും. പ്രശ്നങ്ങളൊന്നുമില്ല, ഈസിയാണ്. നമുക്കറിയാം പ്രോസസ്സ് എയുടെ ഔട്ട്പുട്ട് ബിക്കം എന്താണ്? ഇൻപുട്ട് ഓഫ് പ്രോസസ്സ് ബിയുടെ ഉണ്ടല്ലേ? ആയി. ദെൻ അതേപോലെ തന്നെ ഇവരുടെ എക്സ്പെൻസുകളൊക്കെ എഴുതി. ഓവർ എങ്ങനെ കാണിക്കുക? ഡയറക്റ്റ് ലേബറിൻ്റെ 168%, 13,440. ഇവിടുത്തെ നോർമൽ ലോസ് എത്ര പറയുന്നത്? പെർസെൻറ്റേജ് 4%. അപ്പോൾ 9,500-ന് 4% കണ്ടാൽ 380 കിട്ടും. ആ 380 50 പൈസക്ക് വിറ്റ് കഴിഞ്ഞാൽ 190 കിട്ടും. ബാലൻസ് ചെയ്താൽ പ്രോസസ്സ് സിയിലേക്കുള്ളതും കിട്ടും. പ്രോസസ്സ് സിയുടെ ഓപ്പണിംഗ് അപ്പോൾ കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ദെൻ പ്രോസസ്സ് സിയിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്, ഡയറക്റ്റ് എക്സ്പെൻസും പിന്നെ ഓവർ ഹെഡൊക്കെ വരും. ഇനിയാണ് രസം. ഇനി നമുക്ക് എന്തറിയില്ല? പ്രോസസ്സ് സിയുടെ നോർമൽ ലോസിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു വർക്കിംഗ് നോട്ട് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. വർക്കിംഗ് നോട്ട് നമ്മളെന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു? പെർസെൻറ്റേജ് ഓഫ് വേസ്റ്റേജ് ഇൻ പ്രോസസ്സ് സി. പ്രോസസ്സ് സിയിൽ പെർസെൻറ്റേജ് ഓഫ് വേസ്റ്റേജ് അല്ലെങ്കിൽ എത്ര വേസ്റ്റേജ് നോർമൽ ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ് എക്സിന് എന്തായിട്ട് എടുക്കാം? നോർമൽ ലോസ് യൂണിറ്റ് ആയിട്ട് എടുക്കാം. നല്ലോണം ശ്രദ്ധിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് യൂണിറ്റാണ്. എത്ര യൂണിറ്റാണ് നോർമൽ ലോസ് വരിക? അഥവാ ഈ കോളത്തിൽ എഴുതുന്ന 456 ഇത് എക്സ്. നമുക്കത് കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നുള്ളൂ. അതാണ് വർക്കിംഗ് നോട്ട് നമ്പർ 1 ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് സെയിൽ ഓഫ് വാല്യൂ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? സെയിൽസ് വാല്യൂ, അത് ഈ കോളാണ് പറയുന്നത്. സെയിൽസ് വാല്യൂ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്. ഇവിടുത്തെ എക്സ് 456 അറിയില്ല, അതുകൊണ്ട് എക്സ് ആയിട്ട് എടുക്കുക. എക്സിൻ്റെ കൂടെ ആ ₹1 കൂടെ 1 സെയിൽസ് വാല്യൂ സ്ക്രാപ്പ് പെർ യൂണിറ്റ്. അതടിച്ചാൽ കിട്ടുന്നതാണ് ഇത് ഈ പറയുന്ന സെയിൽസ് വാല്യൂ സ്ക്രാപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ₹X ആക്കി. ശ്രദ്ധിക്കണം, ഇത് ₹X, മറ്റേത് വെറും എക്സ്. ഇനി നെറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം? നെറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നെറ്റ് കോസ്റ്റ് പറയുമ്പോൾ ഈ കോസ്റ്റുകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ 69,768 കിട്ടും. അതിൽ നിന്ന് ഏത് ലെസ് ചെയ്യണം? സെയിൽസ് വാല്യൂ അഥവാ എക്സിൻ്റെ വാല്യൂ ലെസ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് നെറ്റ് കോസ്റ്റ് കിട്ടുക. ഈ നെറ്റ് കോസ്റ്റ് പറയുമ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് സെയിൽസ് വാല്യൂ സ്ക്രാപ്പ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് നെറ്റ് കോസ്റ്റ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെയിൽസ് വാല്യൂ ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽസ് വാല്യൂ സ്ക്രാപ്പ്. അതാണ് 69,768 - എക്സ് എഴുതിയുള്ളത്. ഇനി ക്വസ്റ്റിൽ വേറൊരു ഹിൻഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പിടിച്ച് കയറാം. നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന എത്ര രൂപയ്ക്ക്? 10 രൂപയ്ക്ക്. അതിൻ്റെ പ്രോഫിറ്റ് എത്ര ശതമാനം വരിക? 20% സെയിൽസ് വരിക. അപ്പോൾ 10-ൻ്റെ 20% 2 പോയാൽ കോസ്റ്റ് എത്ര വരും? 8 വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ എളുപ്പമായി? നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കിട്ടാൻ എളുപ്പമായി. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ,
ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇനിഷ്യൽ ഗുഡ്സ് ഓഫ് പ്രൊഡക്റ്റ് സി എങ്ങനെ വരിക 8 രൂപ. മനസ്സിലായില്ലേ? സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് 20% ലെസ് ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ മോസ്റ്റ് ട്രിക്കി ആയിട്ടുള്ള കാൽക്കുലേഷൻ ഏരിയയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ടോട്ടൽ നെറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ടോട്ടൽ നെറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡെബിറ്റിൽ നിന്നും സെയിൽ ഓഫ് സ്ക്രാപ്പിൻ്റെ എമൗണ്ട് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇതൊന്നും ഇപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എക്സൈറ്റഡ്. അതാണ് 69,768. ഇത് ഏതിന് തുല്യമാവും? ടോട്ടൽ നെറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതിന് തുല്യമാവും? കോസ്റ്റ് പെർ യൂണിറ്റ് അഥവാ 8 ഇൻറ്റു ഏതാണ്? നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ അല്ലേ? എത്ര യൂണിറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് പറയുമ്പോൾ അതിനെന്താ പറയുക? ഗുഡ് യൂണിറ്റ്. ഗുഡ് യൂണിറ്റ് എങ്ങനെ കാണുക? ഗുഡ് യൂണിറ്റ് കാണുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രോസസ് 2-ൽ 9,120 യൂണിറ്റാണ് നമ്മൾ ഇൻപുട്ട് ഇട്ടുള്ളത്. അതിന് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ഇത് ഗുഡ് യൂണിറ്റ്. ഇതാണ് ഗുഡ് യൂണിറ്റ്. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് ഇവിടെ 9,120. ഓക്കെ. നോർമൽ ലോസിൻ്റെ യൂണിറ്റ് നമ്മൾ ഏതായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി മാത്തമാറ്റിക്കലി ഇത് സോൾവ് ചെയ്താൽ പ്രശ്നം തീരും. അപ്പോൾ 8 × 9,120 72,920. 8 × x എത്ര വരും? 8x വരും. പിന്നെ ഇതായി. ഇനി 79,920 ഇങ്ങോട്ട് പോയാലും എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും മതി. അപ്പോൾ അത് മൈനസായി മാറും. അങ്ങനെ 8x ഇവിടെ ഒരു എക്സ് ഉണ്ട്. 8x മൈനസ് ഒരു എക്സ് ഈസ് ഈക്വൽ ടു 7x. 3,192. എക്സ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് അങ്ങനെ 456 യൂണിറ്റ് കിട്ടും. നത്തിങ് റേറ്റ്. ദെൻ 456 യൂണിറ്റ് ഇവിടെ ഇട്ടാൽ കഴിഞ്ഞാൽ ഇൻറ്റു 1 അടിച്ചാൽ എത്ര വരും? 456 വരും. ഇവിടെ 1 വന്നതുകൊണ്ട് 456 ആയതാണ്. അല്ലെങ്കിൽ വേറെ എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ 2 ആണെങ്കിൽ 456 × 2 ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് സോൾവ് ചെയ്തു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വർക്കിംഗ് നോട്ടിലേക്ക് എത്തിയാൽ പിന്നെ ആസ് യൂഷ്വൽ സാധനങ്ങളാണ് അത് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് നോർമൽ ലോസ് എങ്ങനെ കാണാം? നോർമൽ ലോസ് ഇൻപുട്ടിൻ്റെ മുകളിൽ എത്ര ശതമാനം? 456 9,120 എത്ര ശതമാനമാണെന്ന് കണ്ടാൽ മതി. എത്ര കണ്ടു? 5% മനസ്സിലായി. പിന്നെ ഇതിന് ബാലൻസ് ചെയ്യാം. നമുക്ക് പ്രോസസ് സി അക്കൗണ്ട് കൂടെ പ്രോസസ്സിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇങ്ങോട്ട് വരട്ടെ. ഇത് വിൽക്കുന്നത് എത്രയാണ്? നമുക്കറിയാം. വിൽക്കുന്ന പൈസ നമുക്കറിയാം. 8,664 10 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ 86,640 കിട്ടും. 86,640 എന്നതിൻ്റെ കോസ്റ്റ് 69,313 ലെസ് ചെയ്താൽ എത്ര കിട്ടും? പ്രോഫിറ്റ് 17,328. പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഈ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്ത ലേബർ വേരിയൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ലേബർ വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് ലേബർ എംപ്ലോയിഡ് അറ്റ് ദ ആക്ച്വൽ ലേബർ എൻഗേജഡ്. 40 മണിക്കൂറാണ് ഒരു വീക്കിലുള്ളത്. 40 മണിക്കൂറാണ് ഒരു വീക്കിലുള്ളത്. ഇവിടെ ഏതൊക്കെ കാറ്റഗറി ഓഫ് എംപ്ലോയീസ് ഉണ്ട്? സ്കിൽഡ് ഉണ്ട്, സെമി സ്കിൽഡ് ഉണ്ട്, അതുപോലെ ഏതാണ്? അൺസ്കിൽഡ് ഉണ്ട്. അവരുടെ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് എംപ്ലോയി, സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ നമ്പർ ഓഫ് എംപ്ലോയി, ആക്ച്വൽ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 2000 യൂണിറ്റാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് 1700 ആണ്. അബ്നോർമൽ ഐഡിൽ ടൈം 2 hours ഇൻ എ വീക്കാണ്. ശ്രദ്ധിക്കണം. ഒരു വീക്കിൽ 40-ൽ 2 മണിക്കൂർ പോയാൽ എത്ര കിട്ടും? അപ്പോൾ 38 കിട്ടും. എന്തൊക്കെ കാണാൻ പറഞ്ഞു? ലേബർ കോസ്റ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ഐഡിൽ ടൈം വേരിയൻസ്. പക്ഷെ ഞാൻ എല്ലാ വേരിയൻസും ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? കമ്പ്യൂട്ടേഷൻ ടേബിളാണ് നമ്മുടെ സ്റ്റെപ്പ് പ്രകാരം. നമ്പർ 1 ഏതാണ്? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. പിന്നെ നമ്പർ 2 ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. നമ്പർ 3 ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. നമ്പർ 3 റിവൈസ്ഡ് ആക്ച്വൽ അവർ ഇൻറ്റു പിന്നെ സ്റ്റാൻഡേർഡ് റേറ്റ്. നമ്പർ ഏതാണ്? 3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ആക്ച്വൽ അവർ ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്. എന്താണ് ഈ റിവൈസ്ഡ് 3-ഉം 3-ഉം തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ആക്ച്വൽ അവർ പെയ്ഡ് ആണ്. ഇവിടെ ആക്ച്വൽ അവർ ഏതാണ്? വർക്ക്ഡ് ആണ് എടുക്കുക. അഥവാ ഐഡിൽ ടൈം കൺസിഡർ ചെയ്യാതെ എടുക്കുന്നതാണ് ഇവിടെ. ഇവിടെ ഐഡിൽ ടൈം കുറച്ചതിന് ശേഷം എടുക്കുന്നതാണ് ആക്ച്വൽ അവർ വർക്ക്ഡ്. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. സ്റ്റാൻഡേർഡ് അവർ എന്നാണ്. സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. സ്റ്റാൻഡേർഡ് അവർ ഇവിടെ നമുക്ക് കാണാം. സ്കിൽഡിൽ 65 പേരുണ്ട്. ഒരാൾ 40 മണിക്കൂർ പണിതാൽ എത്ര കിട്ടും? 65 × 40. ആ കിട്ടുന്നത് എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? 2000 യൂണിറ്റ് ഉണ്ടാക്കാനുള്ളതാണ്. നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര ഉണ്ടാക്കുന്നുള്ളൂ? 1800-ലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മളിപ്പോഴും പറയാറുള്ളതാണ് വർക്കിംഗ് നോട്ട് നമ്പർ 1. സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അവർ 65 × 40 അടിച്ചപ്പോൾ 2600 കിട്ടി. ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റിനുള്ള, നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ടിനുള്ള ഏത് വേണം? സ്റ്റാൻഡേർഡ് അവർ വേണം. അപ്പോൾ 2600 ഡിവൈഡ് ബൈ 2000 × 1100 അടിച്ചാൽ 2340 കിട്ടും. ഇതേപോലെ ആരുടെയൊക്കെ ചെയ്യാം? സെമിയുടെ 20 × 40 ഡിവൈഡഡ് ബൈ 20 × 40 800 ഡിവൈഡ് ബൈ 2000 × 1800. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് അവർ കിട്ടും. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് അവർ കിട്ടി. ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത്
ദെൻ ആക്ച്വൽ അവറിൻ്റെ ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ അവർ 50 50 ഇൻറ്റു എത്രയാണ് 40. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 50 ഇൻറ്റു 40 20 ഇൻറ്റു 40 പിന്നെ 40 ഇൻറ്റു 40 അങ്ങനെ അടിച്ചാൽ മതി. ആക്ച്വൽ അവർ 50 ഇൻറ്റു 40 30 ഇൻറ്റു 40 20 ഇൻറ്റു 40 അങ്ങനെ മൊത്തം 4000 കിട്ടും. ഓരോന്നുണ്ട് 2000 1200 800. പിന്നെ ആക്ച്വൽ റേറ്റ് തന്നിട്ടുണ്ട് 50 35 10. ദെൻ അടുത്ത ആക്ച്വൽ അവർ തന്നെയാണ്. ആക്ച്വൽ അവർ തന്നെയാണ്. അപ്പോൾ ഏതാ എടുക്കേണ്ടത്? 2000 തന്നെ എടുക്കേണ്ടത്. 2000 ഇൻറ്റു പക്ഷേ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് എടുക്കേണ്ടത് 45 30 15. പിന്നെ അടുത്ത റിവൈസ്ഡ് ആക്ച്വൽ അവറാണ്. നമുക്കറിയാം ആക്ച്വൽ അവർ ഇൻ ഏതാണ്? സ്റ്റാൻഡേർഡ് മിക്സ് ആണ് റിവൈസ്ഡ് ആക്ച്വൽ അവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്ച്വൽ അവറിൻ്റെ ടോട്ടൽ നമുക്കറിയാം. നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 2 കണ്ടപ്പോൾ 4000 കിട്ടിയിട്ടുണ്ട്. അതിന് ഏത് മിക്സിലെടുത്താൽ മതി? സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് മിക്സ് പറഞ്ഞാൽ 65:20:15. അങ്ങനെ ആ മിക്സിയിലെടുത്ത് കഴിഞ്ഞാൽ 2600 800 600 കിട്ടും. ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? ചാമ്പ. ഓക്കെ, ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. റിവൈസ്ഡ് 4 നമുക്കറിയാം ഐഡിയൽ ടൈം വേരിയൻസ് കാണാൻ വേണ്ടി. അപ്പോൾ ആക്ച്വൽ അവർ കാണാം. അവിടെ ശ്രദ്ധിക്കുക, ആക്ച്വൽ അവർ വർക്ക്ഡ് ആണ്. അപ്പോൾ ആക്ച്വൽ അവർ വർക്ക്ഡ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വൽ അവർ വർക്ക്ഡ് 40 hours നിന്ന് എത്ര കുറയ്ക്കാം? 2 മണിക്കൂർ കൊടുക്കാം. അപ്പോൾ എത്ര വരുള്ളൂ? 38 വരുള്ളൂ. അപ്പോൾ ഇവിടെ മുകളിൽ നമ്മൾ കണ്ടത് ആക്ച്വൽ അവർ എങ്ങനെ കണ്ടത്? 50 ഇൻറ്റു 30 20 കണ്ടില്ലേ? 50 പേര് 30 പേര് 20 പേര് ഇൻറ്റു 40 അടിച്ചു കൊടുത്ത് ഇവിടെ എത്ര അടിച്ചാൽ മതി? 38 അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ അവർ വർക്ക്ഡ് കിട്ടും. ഇവിടെ 40 പേയ്മെൻറ്റ് നടത്തിയതാണ്, പക്ഷേ ശരിക്കും പണി നടന്നുള്ളത് 38 മണിക്കൂറാണ്. 2 മണിക്കൂർ ഐഡിയയിൽ വന്നിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇത് 1900. പിന്നെ 1 1 40 760. അതങ്ങനെ അവിടെ എഴുതിയിട്ട് ഇൻറ്റു എന്തടിച്ചാൽ മതി? സ്റ്റാൻഡേർഡ് റേറ്റ് അടിച്ചാൽ പ്രശ്നം തീരുന്നു. പിന്നെ നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് 2ലേക്ക് പോകാൻ. ലേബർ കോസ്റ്റ് വേരിയൻസ് 1 - 2. 1 എത്രയാണ്? 1,35,000 - 2 1,50,000 ഈസ് ഈക്വൽ ടു 10000 ഡോസ്. ലേബർ റേറ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു 3 - 2. 3 എത്രയാണ്? 1,38,000 - 1,50,000 ഈസ് ഈക്വൽ ടു 12000 ഡോസ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് 1 - 3 ആണ്. 1,35,000 - 1,38,000 3000 ഡോസ്. ദെൻ ഐഡിയൽ ടൈം വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിയൽ ടൈം എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ ഈ ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഈ വർക്കിനോട്ട് സെറ്റ് ചെയ്താൽ മതി. ഐഡിയൽ ടൈം എത്ര വരെ? 50 പേര് 2 മണിക്കൂറാണ് ഒരാൾ ഒരാഴ്ചയിൽ എന്ത് ചെയ്യുക? ഐഡിയൽ ആവാം. ഓക്കെ അല്ല? അപ്പോൾ ഈ 2 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 100 കിട്ടും. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ഇക്വേഷൻ കണ്ടില്ല? ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിയൽ ടൈം 100 മണിക്കൂറാണ്. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 45. 100 എങ്ങനെ കിട്ടി? സ്കിൽഡ് ലാബേഴ്സിൽ 50 പേര് ഒരാൾ 2 മണിക്കൂർ ഒരാഴ്ചയിൽ എന്ത് ചെയ്യാണ്? ഐഡിയലായി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ മൊത്തം 100 മണിക്കൂർ 45 ഇപ്പോൾ 4500. അങ്ങനെ ഓരോരുത്തർ ചെയ്യുക. 60 40 15 മൾട്ടിപ്ലൈ ചെയ്താൽ 9600 കിട്ടും. ഇത് അഡ്വേഴ്സ്. ഐഡിയൽ ടൈം വേരിയൻസ് എപ്പോഴും എന്തായിരിക്കും? അഡ്വേഴ്സ് ആയിരിക്കും. ഇനി ലാബർ റിവൈസ്ഡ് എഫിഷ്യൻസി വേരിയൻസ് 1 - റിവൈസ്ഡ് 3 ആണ് കാണുന്നത്. അപ്പോൾ ഈ 1 1,35,000 മൈനസ് റിവൈസ്ഡ് 1,31,000 100 ലെസ് ചെയ്താൽ 9600 കിട്ടും. പിന്നെ മിക്സ് വേരിയൻസ് 4 - റിവൈസ്ഡ് 3. ലേബർ ഈൽഡ് വേരിയൻസ് 1 - 4 ചെയ്താൽ കിട്ടും. ദാറ്റ്സ് ഓൾ.